ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഒരേ സമയം എത്ര ഡ്രൈവിംഗ് ലൈസൻസ് വരെ കയ്യിൽ വെക്കാം? പരമാവധി 3, ഒന്നിലധികം തരം വാഹനം ഓടിക്കാവുന്ന ഒറ്റ ലൈസൻസ്, എത്ര ലൈസൻസും ആകാം. എന്നിരുന്നാലും ഒരു ക്ലാസ് വാഹനത്തെ മാത്രം അനുവദിക്കും. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഒന്നിലധികം തരം വാഹനങ്ങൾ ഓടിക്കാവുന്ന ഒറ്റ ലൈസൻസ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള ഇരട്ട വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ അനുവാദമില്ല. 2 വരികൾക്കിടയിലുള്ള മീഡിയനായി പരിഗണിക്കാം. ഓപ്ഷൻ സി, ഈ വരകൾ ഇരട്ട വിഭജന ലൈനുകളാണ്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയുത്തരങ്ങളാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം തുടർച്ചയായ വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്, ഇരട്ട വെള്ളവര കൊണ്ട്. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ചോദ്യം, അപകടത്തിൽപ്പെട്ടയാളെ ആരാണ് ചികിത്സിക്കേണ്ടത്? ഒരു സർക്കാർ ആശുപത്രി ഡോക്ടർ മാത്രം, ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഡോക്ടർ, സർക്കാർ ആശുപത്രിയിലെ നഴ്സുമാർ, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഡോക്ടർ. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളത് മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ബി ആണ് ഉത്തരം. ഇനി നാലാമത്തെ ചോദ്യം, കൃത്യമായി സർവീസ് ചെയ്ത വാഹനം ഡേഷ് നൽകും. കുറഞ്ഞ ഇൻഷുറൻസ് പ്രീമിയം, നിങ്ങളുടെ റോഡ് ടാക്സ് റീഫണ്ട്, മികച്ച ഇന്ധനക്ഷമതയും കുറഞ്ഞ അന്തരീക്ഷ മലിനീകരണവും. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയല്ല, അല്ലെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മികച്ച ഇന്ധനക്ഷമതയും കുറഞ്ഞ അന്തരീക്ഷ മലിനീകരണവും. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ്? മറ്റുള്ള ഡ്രൈവർമാരുടെയും റോഡ് ഉപയോക്താക്കളുടെയും ട്രാഫിക് നിയമങ്ങളുടെയും റോഡ് അടയാളങ്ങളുടെയും ലംഘനം മുൻകൂട്ടി കണ്ടുകൊണ്ട് ജാഗ്രതയോടെ വാഹനം ഓടിക്കുക. റോഡ് അടയാളങ്ങൾ പരിഗണിക്കാതെ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയുള്ള ഡ്രൈവിംഗ്. മറ്റു റോഡ് ഉപയോക്താക്കൾ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ജാഗ്രത പുലർത്തുമെന്ന അനുമാനത്തിൽ വാഹനം ഓടിക്കുന്നത്. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആറാമത്തെ ചോദ്യം, വാഹനം ഒരു ഗുരുതരമായ മേജർ അപകടത്തിൽപ്പെട്ടാൽ ഡ്രൈവർ എന്താണ് ചെയ്യേണ്ടത്? കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ഡ്രൈവ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. വൈദ്യസഹായത്തെയും പോലീസിനെയും വിളിക്കാം. ഡ്രൈവറുടെ പേര്, വിലാസം, ഫോൺ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടവർക്ക് കൈമാറുക. പോലീസ് വന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതുവരെ കാത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഏഴാമത്തെ ചോദ്യം, ഒരു ചരക്ക് വണ്ടിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി അനുവദനീയമായ ഭാരം എത്രയാണ്? ഓപ്ഷൻസ്: പരിധിയില്ല, പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പെർമിറ്റ് പ്രകാരം അനുവദിച്ചിരിക്കുന്നത്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പ്രകാരം അനുവദിച്ചിരിക്കുന്നത്, പരിധിയില്ല. 2 ഓപ്ഷനും ഒരുപോലെയാണ് തന്നിട്ടുള്ളത്. ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ സിസ്റ്റത്തിൻ്റെ മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓർ പെർമിറ്റ് പ്രകാരം അനുവദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കാം. നല്ല ശമരിയക്കാരൻ, ഗുഡ് സമരിറ്റൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വാഹനം തകരാറ് പരിഹരിക്കാൻ സഹായം നൽകുന്ന വ്യക്തി, അപകടത്തിൽപ്പെടുന്ന വ്യക്തിക്ക് സഹായം നൽകുക അല്ലെങ്കിൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയും ചെയ്യുന്ന വ്യക്തി, അപകട സ്ഥലത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്ന വ്യക്തി, ഗ്രാമീണ മേഖലയിൽ ഗതാഗതം ക്രമീകരിക്കുന്ന വ്യക്തി. ഗുഡ് സമരിറ്റൻ. ഗുഡ് സമരിറ്റൻ എന്ന് പറയുന്നത് ആരെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അപകടത്തിൽപ്പെടുന്ന വ്യക്തിക്ക് സഹായം നൽകുകയും അല്ലെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന വ്യക്തി. എട്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഒമ്പതാമത്തെ ചോദ്യം, വാഹനം ഓടിക്കുമ്പോൾ അഗ്നിശമന സേനയുടെ വാഹനമോ ആംബുലൻസ് മറ്റ് എമർജൻസി വാഹനമോ സമീപിക്കുമ്പോൾ റോഡിൻ്റെ വശത്തേക്ക് തൻ്റെ വാഹനത്തെ മാറ്റുന്നതിൽ വീഴ്ച വരുത്തുന്ന ഡ്രൈവർക്ക് പരമാവധി പിഴ എത്രയാണ്? പിഴയുടെ ചോദ്യമാണ് ഒമ്പതാമത്തേത്. അപ്പോൾ ഓപ്ഷൻസ് 1000, 2000, 5000, 10000 രൂപ പിഴ. ഇതിൻ്റെ ആൻസർ വരുന്നത് 10000 രൂപ പിഴയാണ്, മാറ്റിക്കൊടുക്കാത്ത ഡ്രൈവർക്ക് കിട്ടുന്ന പിഴ. ഇനി നമ്മുടെ 10ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് തരത്തിലെ വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്? ഓപ്ഷൻസ്: പോലീസ് വാഹനം, ആംബുലൻസ്, ഫയർ സർവീസ് വാഹനങ്ങൾ. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് എന്നാണ്. അതായത് ഈ 3 വാഹനങ്ങൾക്കും മുൻഗണനയുണ്ട്. 11ാമത്തെ ചോദ്യം, 9 മാസത്തിനും 4 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടി ഒരു മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ എന്ത് സുരക്ഷാ നടപടികളാണ് ഉറപ്പുവരുത്തേണ്ടത്? സുരക്ഷാ ഹാർനസ്, ക്രാഷ് ഹെൽമെറ്റ്, ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം, മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കൂടരുത്. താഴെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. സുരക്ഷാ ഹാർനസ്, ക്രാഷ് ഹെൽമറ്റ് അതൊക്കെ. 12ാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്നത് ഏത് തരം പാർക്കിംഗ് എന്നറിയപ്പെടുന്നു? കോണാകൃതിയിലുള്ള പാർക്കിംഗ്, പിന്നെ വേർട്ടിക്കൽ പാർക്കിംഗ്, സമാന്തര പാർക്കിംഗ്, പെർപെൻഡിക്കുലർ പാർക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, പെർപെൻഡിക്കുലർ പാർക്കിംഗ് ആണ്. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 13ാമത്തെ ചോദ്യം, ഒരേ ദിശയിൽ പല ലൈനുകളായി തിരിച്ചിരിക്കുന്ന കാരേജ് വേയിൽ ഒരു ഹെവി വാഹനമോ സ്പീഡ് നിയന്ത്രിത വാഹനമോ ഓടിക്കേണ്ടത് ഏത് പാതയിലാണ്? ഓപ്ഷൻസ്: വലതുവശത്തെ ലൈൻ, ബി ഏതെങ്കിലും ലൈൻ, സി ഇടത്തെ ലൈൻ, ഡി പാതയൊന്നും വ്യക്തമാക്കിയിട്ടില്ല. വലതാണോ ഇടത്താണോ ഏതെങ്കിലും ലൈനാണോ പാതയൊന്നും ഇല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇടത്തെ ലൈനാണ് ഉത്തരം. നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കാം. രാത്രിയിൽ നിങ്ങളുടെ വാഹനം തകരാറിലായാൽ എന്ത് ചെയ്യണം? നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, പാർക്കിംഗ് ലൈറ്റ് ഓണാക്കുക, നിർത്തി ചുവന്ന ലൈറ്റ് ഓണാക്കുക, നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, ബ്രേക്ക് ലൈറ്റ് ഓണാക്കുക, നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യുക. 15ാമത്തെ ചോദ്യം, ചാറ്റൽ മഴ ഉള്ളപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: കാൽനട യാത്രക്കാരുടെ മേൽ വെള്ളം തെറിക്കുന്നത് ഒഴിവാക്കാൻ റോഡിന്റെ മധ്യത്തിൽ വാഹനം ഓടിക്കുക, തിടക്കപ്പെട്ട് അപകട സാധ്യതയോട് കൂടി നടക്കുന്ന കാൽനട യാത്രക്കാരെ ശ്രദ്ധിക്കുക, റോഡ് മുറിച്ചു കടക്കാൻ പ്രായമായവരെ സഹായിക്കുക, നിർദ്ദിഷ്ട വേഗപരിധിയിൽ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, തിടുക്കപ്പെട്ട് അപകട സാധ്യതയോട് കൂടി നടക്കുന്ന കാൽനട യാത്രക്കാരെ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ 16ാമത്തെ ചോദ്യം, കടത്ത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എയിലും ബിയിലും സിയിലും ഡിയിലും കുറച്ച് ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കടത്ത് ഏതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. കടത്ത് എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ത്രികോണത്തിലും വൃത്തത്തിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ത്രികോണാകൃതിയിലുള്ള ഈ ഒരു ചിഹ്നമാണ് ഈ ഒരു ചിഹ്നമാണ് കടത്ത്. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യം നോക്കാം. റോഡിന്റെ മധ്യഭാഗത്തുള്ള തുടർച്ചയായ മഞ്ഞ വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: ജാഗ്രതയോടെ മറികടക്കുക, ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, ജാഗ്രതയോടെ നിർത്തുക, പാർക്കിംഗ് സോൺ അല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്, റോഡിലെ വരകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, തുടർച്ചയായ മഞ്ഞ വര. ഇനി നമുക്ക് 18ാമത്തെ ചോദ്യം നോക്കാം. MSM PSL തത്വത്തിൻ്റെ ഭാഗമായി ദിശ മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ വേഗത ക്രമീകരിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ നിയന്ത്രണം ഉപയോഗിച്ച് മറ്റു ഡ്രൈവർമാരെ ആകർഷിക്കാൻ, നിങ്ങൾക്ക് മാന്യൂവർ സുരക്ഷിതമായും സുഗമമായും നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ, മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് വളവ് വേഗത്തിലാക്കുന്നതിന്, നിങ്ങളുടെ കണ്ണാടി വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മാന്യൂവർ സുരക്ഷിതമായും സുഗമമായും നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ. 19ാമത്തെ ചോദ്യം, ചരക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിൽ ഏതാണ്? 4 ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് ഓവർടേക്ക് ആണ്, ഒന്ന് ചരക്ക് വാഹനത്തിൻ്റെയാണ്, ഒന്ന് പാർക്കിംഗ് പാടില്ല എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ചരക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഇനി നമുക്ക് 20ാമത്തെ ചോദ്യം നോക്കാം. എപ്പോഴാണ് നിങ്ങൾക്കൊരു സൈഡ് റോഡിൽ നിന്ന് ഒരു പ്രധാന റോഡിലേക്ക് തിരിയാൻ കഴിയുക? ഓപ്ഷൻസ്: 2 റോഡുകളിലും ഗതാഗത തിരക്കില്ലെങ്കിൽ, ഒരു സമയത്തും അനുവദിക്കില്ല, ഏത് സമയത്തും തിരിയാം, പ്രധാന റോഡിലെ വാഹനങ്ങളെ കടത്തിവിട്ടതിന് ശേഷം തിരിയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രധാന റോഡിലെ വാഹനങ്ങളെ കടത്തിവിട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഒരു സൈഡ് റോഡിൽ നിന്ന് ഒരു പ്രധാന റോഡിലേക്ക് കയറാൻ അല്ലെങ്കിൽ തിരിയാൻ പറ്റൂ. ഇനി നമുക്ക് 21ാമത്തെ ചോദ്യം നോക്കാം. പിൻഭാഗത്തെ അണ്ടർ റൺ പ്രൊട്ടക്ടറിന്റെ കളർ എന്തായിരിക്കണം? ഓപ്ഷൻസ്: ചുവപ്പും വെള്ളയും ഇടവിട്ടുള്ള വരകൾ, മഞ്ഞയും വെള്ളയുമുള്ള സീബ്ര വരകൾ, കറുപ്പും വെളുപ്പും ഇടവിട്ടുള്ള വരകൾ, ചുവപ്പും മഞ്ഞയും ഇടവിട്ടിട്ടുള്ള വരകൾ. ഇതിൻ്റെ ആൻസർ മഞ്ഞയും വെള്ളയുമുള്ള സീബ്ര വരകളാണ് അണ്ടർ റൺ പ്രൊട്ടക്ടറിന്റെ കളർ.
22ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. റോഡിന്റെ പ്രതലത്തിൽ പച്ച നിറത്തിൽ മാർക്കിംഗ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? എന്തിനാണ് പച്ച നിറത്തിലുള്ള മാർക്കിംഗ് ഉപയോഗിക്കുന്നത്? ഇരുചക്ര വാഹനങ്ങളുടെ മാത്രം ലൈൻ, ബസ്, ബേ, പൊതുഗതാഗത വാഹനങ്ങൾക്ക് മാത്രം, സൈക്കിൾ മാത്രം പോകുന്നതിന്. പച്ച നിറത്തിലുള്ള മാർക്കിംഗ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻ ഡി, സൈക്കിൾ മാത്രം പോകുന്നതിനാണ്. 23ാമത്തെ ചോദ്യം നോക്കാം. വലതുവശത്തേക്ക് റോഡുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? വലതുവശത്ത് റോഡുണ്ട്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഡി ഹെയർപിൻ വളവാണ്. സി എന്താണ്? വലത്തേക്കും നിർബന്ധമായി വലത്തേക്ക് അല്ലെങ്കിൽ നേരെ പോകുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വലതുവശത്തേക്ക് റോഡുണ്ട് എന്നതുള്ളത് സൂചിപ്പിക്കുന്നത്. നമുക്കിനി 24ാമത്തെ ചോദ്യം നോക്കാം. 3 കാര്യങ്ങളുടെ ആവർത്തനമാണ് ഡ്രൈവിംഗ്. ശരിയായ ക്രമത്തിൽ അവ ഏതൊക്കെയാണ്? ചിന്തിക്കുക, പ്രവർത്തിക്കുക, കാണുക. പ്രവർത്തിക്കുക, ചിന്തിക്കുക, കാണുക. കാണുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. കാണുക, പ്രവർത്തിക്കുക, ചിന്തിക്കുക. എല്ലാം ഒരേ വേർഡ്സ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ക്രമം, ശരിയായ ക്രമം ഓപ്ഷൻ സി ആണ്. ആദ്യം കാണുക, പിന്നെ ചിന്തിക്കുക, പിന്നെ പ്രവർത്തിക്കുക. കാണണം, ചിന്തിക്കണം, പ്രവർത്തിക്കണം. ഇനി നമുക്ക് 25ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്? എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്? ഓപ്ഷൻസ്: റിയർ വ്യൂ മിററുകളിൽ കാണാത്ത പ്രദേശം, ബി ഹെഡ്ലൈറ്റുകളിൽ കാണപ്പെടാത്ത ഒരു പ്രദേശം, സി വാഹനത്തിനുള്ളിലെ റിയർ വ്യൂ മിറർ കൊണ്ട് കാണപ്പെടാത്ത ഒരു പ്രദേശം, ഡി അപകട നിരക്ക് കൂടുതലുള്ള പ്രദേശം. ബ്ലൈൻഡ് സ്പോട്ട്, ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. റിയർ വ്യൂ മിററുകളിൽ കാണാത്ത പ്രദേശത്തെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 26ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഒരു വാഹനത്തിന് ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും അസാധുവാക്കൽ നടപടിക്ക് വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതാണ്. ഏത് കുറ്റം ചെയ്താൽ? സീറ്റ് ബെൽറ്റ് ധരിക്കാതെ, POCC സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, എമർജൻസി വാഹനത്തെ കടത്തിവിടാതെ, രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനം ഉപയോഗിക്കുന്നതിന്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, എമർജൻസി വാഹനത്തെ കടത്തിവിടാതെയുള്ള കുറ്റം. 27ാമത്തെ ചോദ്യം. ഒരു ഇരുചക്ര വാഹനത്തിൽ 2ലധികം പേർ യാത്ര ചെയ്യുന്നത്. ഓപ്ഷൻസ്: ഗതാഗത തിരക്ക് കുറവായിരിക്കുമ്പോൾ അനുവദനീയമാണ്, ബി നിയമലംഘനം, സി ചിലയിടങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്, ഡി അനുവദനീയമാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? ഇരുചക്ര വാഹനത്തിൽ 2ലധികം എന്ന് പറഞ്ഞാൽ 3 പേര് ഒക്കെ യാത്ര ചെയ്യുന്നത് അനുവദനീയമാണോ? ഇതിൻ്റെ ഉത്തരം നിയമലംഘനമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി നമുക്ക് 28ാമത്തെ ചോദ്യം നോക്കാം. നിങ്ങളുടെ വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുക, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ട, പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, വാഹനം അപകട സ്ഥലത്ത് നിർത്താതെ പോകാം. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുക, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക. 29ാമത്തെ ചോദ്യം. വാഹനം തകരാറിലായാൽ താഴെ പറയുന്നവയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഓണാക്കണം, വാഹനത്തിന് 50 മീറ്റർ മുമ്പ് പ്രതിഫലന മുന്നറിയിപ്പ് ത്രികോണം വെക്കണം, മറ്റ് റോഡ് ഉപയോക്താക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന് ചില കല്ലുകൾ റോഡിൽ വെക്കുക. ഇതിലേതാണ് ശരി? താഴെ 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, 1ഉം 3ഉം ശരി, 3ഉം ശരി എന്നുണ്ട്. ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം മാത്രമാണ് ശരി. ഇനി നമുക്ക് 30ാമത്തെ ചോദ്യം, ഈ ലെവലിലെ അവസാന ചോദ്യം. ഇവിടെ ഒരു ക്യാപ്ചയുണ്ട്. അപ്പോൾ ആ ഒരു ക്യാപ്ച എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുള്ളൂ. അപ്പോൾ നമുക്ക് ആ ക്യാപ്ച ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. വാഹനം ഓടിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കി കുറഞ്ഞത് വർഷം പൂർത്തിയായവർക്ക് മാത്രമേ ഹെവി മീഡിയം ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുകയുള്ളൂ. 1 വർഷം, 2 വർഷം, 3 വർഷം, 6 മാസം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1 വർഷമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.